സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുൻപേ തിരുവനന്തപുരത്തുകാർ അത് കളറാക്കി കഴിഞ്ഞു അല്ലേ? കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വരെ ആസ്വദിച്ച് കാണുന്ന കലാപ്രേമികളാണ് തിരുവനന്തപുരംകാർ. കണ്ടിട്ടില്ലെങ്കിൽ ദാ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ഷാബാസ് അഹമ്മദ് കാട്ടിത്തരും. സംസ്ഥാന കലോത്സവത്തിന്റെ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയം ഒരുക്കങ്ങളൊക്കെ തകൃതിയാണ്. നിരത്തിയിട്ട കസേരകൾക്കിടയിൽ ഒഴിഞ്ഞ സ്റ്റേജ് നോക്കി തൂവെള്ള വസ്ത്രധാരിയായ ഒരാൾ. എന്നാൽ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആദ്യ ചോദ്യം, ഒഴിഞ്ഞ സ്റ്റേജ് നോക്കി ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നില്ല ചേട്ടാ? ബോറില്ല, എന്നാലും ഒരു പ്രത്യേക ഒരു സന്തോഷം ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ട്. ഒരു കലാപരമായ ഒരു ആത്മീയത. ആളിതൊക്കെ ആസ്വദിക്കുകയാണ്. സ്വന്തം നാട്ടിൽ കലോത്സവം വന്നാൽ അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കളറാക്കണം എന്നതാണ് ലൈൻ. കലോത്സവത്തിൻ്റെ തുടക്കത്തിൻ്റെ തലേദിവസമായി ഇന്ന് ഇവിടെ വന്നത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പന്തലൊന്ന് കാണുക, ഇവിടുത്തെ ചുറ്റുവട്ടങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കുക മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നെടുമങ്ങാടാണ് മനാഫിക്കയുടെ വീട്. ഇത്തിരി എഴുത്തും വായനയും ഒക്കെ കൈവശമുള്ള കക്ഷിയാണ്. ബീറ്റാ വേർഷൻ കുട്ടികളുടെ കലാപ്രകടനമായാലും ആസ്വദിക്കാൻ പഴയ ആളുകൾക്ക് പ്രശ്നമില്ലെന്നാണ് ആളുടെ പക്ഷം. എക്സ് ജനറേഷനിൽപ്പെട്ട ആളാണ്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ആൽഫ കഴിഞ്ഞ് ബീറ്റയിലെത്തി. ഇത്രയും ഒരു ഇടവേള കിടക്കുകയാണ്. എന്നാലും ശരി, ഇപ്പോഴത്തെ കുട്ടികളുടെ കലാപരിപാടികളെ കാണാൻ താല്പര്യമുണ്ട്. പണ്ട് കാലത്ത് പെയിന്റിങ്ങിലും പ്രസംഗത്തിലും ഒക്കെ പങ്കെടുത്ത് സമ്മാനം വാങ്ങിയ പുലിയാണ് മനാഫിക്ക. സ്കൂളിൽ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഡ്രോയിങ്, പെയിന്റിങ്, പ്രസംഗ മത്സരത്തിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് താമസിച്ച് മാപ്പിളപ്പാട്ടും ഒപ്പനയും കോൽക്കളിയും ഒക്കെ കണ്ടേ മനാഫിക്ക തിരിച്ചു പോകും. ന്യൂ ജനറേഷനെ തോൽപ്പിക്കുന്ന സംസാരമുള്ള എൻ്റെത്. കലോത്സവ വേദിയിൽ നിന്നും ടീം റിപ്പോർട്ടർ. മനാഫിക്കയെ പോലെ അങ്ങനെ ഒരുപാട് മനുഷ്യരെ വരും ദിവസങ്ങളിൽ നമുക്ക് പരിചയപ്പെടുത്താം.